രാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ നാടൻ കറിയാണ്, അങ്കമാലി മാങ്ങാക്കറി. ഒരു 3 മാങ്ങ തൊലി ചെത്തി ഇതുപോലെ കട്ട് ചെയ്തെടുത്തത്, 15 ചെറിയ ഉള്ളി അരിഞ്ഞത്, 3 ചെറിയ സവാള കട്ട് ചെയ്തത്, 5 പച്ചമുളക് നെടുകെ കീറിയത്, 1 വലിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 2 തണ്ട് കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതുപോലെ ഒരു ഉരുളിയിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, സവാള, പച്ചമുളക്, ഇഞ്ചി, ഉപ്പ്, കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൈകൊണ്ട് ഒരു 2-3 മിനിറ്റ് നേരം നന്നായി ഞെരടി മിക്സ് ചെയ്യുക. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയും കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യുക. മൂന്ന് കപ്പ് രണ്ടാം പാൽ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച ശേഷം സ്റ്റൗവിൽ വയ്ക്കാം.
5 മിനിറ്റ് നേരം വേവിക്കുക. മാങ്ങ ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകരുത്. ഇപ്പോൾ കറി തിളച്ച് മാങ്ങ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി 1 കപ്പ് ഒന്നാം പാൽ ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കുക. ഒന്ന് 2 തിള വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുക. ഇതൊന്ന് താളിച്ച് ചേർക്കുന്നതിനായി ഒരു ചെറിയ പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആറ് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുത്തൊന്ന് മൂപ്പിക്കാം. അഞ്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. അല്പം കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മൂപ്പിക്കാം. സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം 1 ടീസ്പൂൺ മുളകുപൊടി ചേർത്ത് മിക്സ് ചെയ്ത ശേഷം താളിപ്പ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ അങ്കമാലി മാങ്ങാക്കറി റെഡിയായി. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.